KSRTC ബസ്സിലെ പുതിയൊരു സിസ്റ്റമാണ് ഈ നമ്പർ സിസ്റ്റം. അത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ KSRTCയിലെ എല്ലാ ബോർഡിലും നമുക്കൊരു നമ്പർ കാണാൻ പറ്റും. ആ നമ്പർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തിരുവനന്തപുരം ഈ ബോർഡ് കണ്ട്, ഈ ബോർഡിലേക്ക് കോട്ടയത്ത് നിന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന സ്ഥലങ്ങളിലേക്കുള്ള നമ്പറാണ് കൊടുത്തേക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തിരുവനന്തപുരത്തിന് 1 നമ്പർ, കോട്ടയത്തിന് 5, അങ്ങനെ ജില്ലകൾ ബേസ് ചെയ്ത് അവരവർ ആ ജില്ലകളുടെ നമ്പറാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അവിടുത്തെ ചെറിയ ചെറിയ സ്ഥലങ്ങളില്ലേ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈരാറ്റുപേട്ടയാണെങ്കിൽ ഈരാറ്റുപേട്ടയുടെ കോഡ് 54, പാലയാണെങ്കിൽ 53, അങ്ങനെ ഓരോ സ്ഥലങ്ങൾക്കും കോഡുണ്ട്. ഇപ്പം തമിഴ്നാടിന് വരെ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് സേലത്തിൻ്റെയൊക്കെ കോഡ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതുണ്ട്, ഈ ബോർഡ് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ഓരോ സ്ഥലത്തിൻ്റെയും കോഡുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു അടിപൊളി ഒരു സംഭവമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളല്ലാത്തവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹിന്ദിക്കാരും ഇംഗ്ലീഷുകാരൊക്കെ ഒരുപാട് കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേറെ എങ്ങോട്ടേലൊക്കെ ഒന്ന് പോകണമെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോട്ടയത്തേക്കുള്ളൊരു ബോർഡ് അവർക്ക് വായിക്കാൻ അറിയത്തില്ല, മലയാളം അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഇപ്പോൾ 5 നമ്പർ ബസ്സിൽ കയറി കഴിഞ്ഞാൽ കോട്ടയത്ത് ചെല്ലുകയെന്ന് അവർക്ക് കറക്റ്റ് അറിയാം. ഇത് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഈ നമ്പർ സിസ്റ്റമാണ് നിലവിലുള്ളത്. പക്ഷേ കേരളത്തിൽ മാത്രം ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. ഇത് പ്രൈവറ്റ് വണ്ടികളിലും വരുവാണെങ്കിൽ ഒരുപാട് ഉപകാരമായിരിക്കും. ഇപ്പം ലാംഗ്വേജിനേക്കാൾ ഏറ്റവും ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറായിരിക്കും. അപ്പം നമ്പർ സിസ്റ്റമാണ് ഏറ്റവും നല്ല സിസ്റ്റം. ഇപ്പോൾ ലാംഗ്വേജ് മലയാളികളിൽ പോലും മലയാളം അറിയത്തില്ലാത്ത ഇഷ്ടംപോലെ ആൾക്കാർ കാണും. അങ്ങനെയുള്ളവർക്കെല്ലാം വളരെ ഉപകാരപ്പെടുന്നൊരു സംഭവം. നമ്മൾ ഈ നമ്പർ പഠിക്കുന്ന ഒരു ബുദ്ധിമുട്ടുള്ളൂ. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈസിയാണ്. നമുക്ക് പിന്നെ ആ നമ്പർ നോക്കി നമുക്ക് ബസ്സിൽ കയറിയാൽ മതി. പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, ഇവിടെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. പുനലൂരിൻ്റെ നമ്പർ കാണത്തില്ല.